ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാരും എഴുന്നേറ്റോ? ചായയൊക്കെ കുടിച്ചോ? എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? ദോശ വല്ലതും ആണോ? എങ്കിൽ ദേ ചമ്മന്തി കണ്ടു പഠിച്ചോട്ടാ. നല്ല അടിപൊളി ദോശയൊക്കെ വെച്ച് നല്ല അടിപൊളി കോമ്പിനേഷനുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ എപ്പോൾ ദോശ ഉണ്ടാക്കിയാലും ഉണ്ടാക്കാറുള്ള ചമ്മന്തിയാണത്. തക്കാളി കൊണ്ടിട്ടുള്ള ചമ്മന്തിയാണേ. അപ്പൊ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് തേങ്ങ അരച്ച ചമ്മന്തിനേക്കാളൊക്കെ ഇഷ്ടം ദോശക്കൊപ്പം കോമ്പിനേഷൻ എന്ന് പറയണത് ഈ നല്ല അടിപൊളി തക്കാളിയുടെ ചമ്മന്തിയാണ് ട്ടാ. ദോശ തീരണമെന്ന് അറിയില്ല, ചമ്മന്തി തീരണതും നമ്മൾ അറിയില്ല. അപ്പോ ഇഡ്ലിക്കും പറ്റൂട്ടാ, പക്ഷെ ഞാൻ കൂടുതലും ദോശയ്ക്കാണ് എനിക്കിഷ്ടം. അപ്പോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, കാരണം കുട്ടിക്കൊക്കെ സ്കൂളിൽ പോകേണ്ടതാണ്. ഞാൻ തക്കാളിയുടെ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെ കുറിച്ച് ഓർത്തു. അതുകൊണ്ടാണ് എന്തായാലും കുക്ക് ചെയ്യണയാണല്ലോ, അപ്പൊ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തു. അറിയാത്തവർക്കും കൂടി ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചു. അപ്പോ നമുക്ക് കാര്യത്തിലോട്ട് കടന്നാലോ. ഞാനിപ്പോ ഇവിടെ ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് എടുത്താൽ മതി ക്വാണ്ടിറ്റി ഒക്കെ. അപ്പോ ഇവിടെ ഞാൻ 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പൊ തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ തക്കാളി വാട്ടാനാണെങ്കിലും തക്കാളിയുടെ ഈ ചട്നി ഉണ്ടാക്കാനാണെങ്കിലും ഇപ്പൊ എന്ത് കറിക്കാണെങ്കിലും ഞാൻ തക്കാളിയുടെ ഇങ്ങനെ സ്കിന്ന് ഞാൻ കളയാറുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് കളയാം. ഞാൻ ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആ തൊലി കളഞ്ഞ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ചെറുതല്ല ഇച്ചിരി വലുതായിട്ട് മുറിച്ചാലും കുഴപ്പമില്ല. നമുക്കൊന്ന് അരച്ചെടുക്കാനാണ്, പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ഷേപ്പ് ഒന്നും നോക്കണ്ട, ചുമ്മാ അങ്ങോട്ട് വെട്ടിയെടുക്കാം. ഇതായിപ്പോ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ എപ്പോഴും രാവിലെ ചോറാണ്. പക്ഷെ യുക്കുട്ടിയുടെ ആഗ്രഹം പറഞ്ഞു, അവൾക്ക് ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പോ ഇന്നെന്തായാലും ദോശയാക്കാന്ന് കരുതി. അപ്പോഴാണ് ഇങ്ങനെ ചമ്മന്തി കൂടി ഉണ്ടാക്കണത്. എല്ലാ ദിവസവും രാവിലെ ചോറാണ്. അപ്പൊ ചോറൊന്നും അടുത്തോണ്ട് അവള് ദോശ പറഞ്ഞതായിരിക്കണം. അപ്പൊ അങ്ങനെ അവക്കടെ ആഗ്രഹം സാധിച്ചു കൊടുത്തതാണ്. ഇപ്പോ തക്കാളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാണ്ടാണ് അരച്ചെടുത്തേക്കണത്. പിന്നെ ദേ ഒരു സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. കുറച്ച് ഫ്രഷ് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഇടുന്നവർക്ക് ഇടാം. ഞാൻ ഇവിടെ എരിവൊന്നും ഓവറായിട്ട് ഇടുന്നില്ല, കാരണം പിള്ളേർക്ക് കഴിക്കാനുള്ളത് കൊണ്ടാണ്. പച്ചമുളകൊക്കെ ഇടുന്നവർക്ക് ഇടാം. എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പച്ചമുളക്. പിന്നെ ഈ ചമ്മന്തിക്ക് ഞാൻ വെളുത്തുള്ളി ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടാ. അപ്പോ ഞാൻ ഇടാറില്ല, അതുകൊണ്ട് ഞാൻ പറയണമില്ല. ഇതായിപ്പോ അടുപ്പ് വെച്ച് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. സവാളയും കറിവേപ്പിലയൊക്കെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും, ഇപ്പൊ ഒരു ചമ്മന്തി ആണെങ്കിൽ പോലും ഉണ്ടാക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കണതായിരിക്കും നല്ലത്. എപ്പോഴും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പതിവ് പോലെ എന്തിട്ട് പൊട്ടിക്കും? കടുകിട്ട് പൊട്ടിക്കണം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയൊരു കളർ മാറുന്ന വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടാ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറണേ ചെറുതായിട്ട്. ഞാൻ ദോശയ്ക്ക് ഒന്നെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഇതുപോലെ തക്കാളിയുടെ ചട്നി ഉണ്ടാക്കാറുണ്ട്. അതും അല്ലെങ്കിൽ തേങ്ങയുടെ വെള്ള ചട്നി ഇല്ലേ, അത് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ വ്യത്യസ്ത രീതിയിലാണ് ആ തേങ്ങയുടെ ചട്നി ഉണ്ടാക്കുന്നത്. അത് ഞാനൊരു വീഡിയോയിൽ പറയണതായിരിക്കും. ഇതുവരെ ഇട്ടിട്ടില്ല ആ വീഡിയോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ സവാളയൊക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവെള്ള മുളക് പൊടി ആണെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ പറഞ്ഞായിരുന്നു, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ. സാധാ മുളക് പൊടി, എരിവെള്ള മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടിയുടെ ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ, അതിട്ട് കൊടുക്കാം. തക്കാളി അരച്ച ജാറില്ലേ, അതിൽ ഇച്ചിരി ചൂടുവെള്ളമാണ് കേട്ടോ, ചൂടാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരപ്പ് ഇച്ചിരിയൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചൊക്കെ ഇരിപ്പുണ്ടാവും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം തക്കാളി നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് വറ്റിച്ചൊക്കെ എടുക്കണം. വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക, കാരണം തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. തക്കാളി പിന്നെ വെള്ളം ഇറങ്ങും. എന്നിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. കുറുക്ക് രൂപത്തിലാക്കി എടുക്കണം. വെള്ളം പോലെ അങ്ങനെ ലൂസായി പോയത്. നന്നായിട്ടിട്ട് തിളപ്പിക്കണം. അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. ഇപ്പൊ ചമ്മന്തി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് എന്തോരം തിളപ്പിക്കാൻ മാത്രമായിട്ട് തിളപ്പിക്കണം. ഓവറായിട്ട് വറ്റിയൊന്നും പോകരുതിട്ടാ.
കാരണം തക്കാളിയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങും, ഓൾറെഡി ഇറങ്ങണതാണ് തക്കാളിയിൽ നിന്ന് വെള്ളം. അപ്പോൾ ആ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് വറ്റിച്ചെടുക്കുക. നമുക്കറിയാം കയ്യിൽ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി കുറുക്ക് പോലെ ആവും. അപ്പൊ ആ പരുവാകുമ്പോഴൊക്കെ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോ തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതാ ഇപ്പൊ എനിക്ക് കറക്റ്റ് പാകത്തിന് എനിക്ക് ആയിട്ടുണ്ട്. കണ്ടോ, ഇച്ചിരി തക്കാളിയൊക്കെ ഇച്ചിരി കൂടുതലെടുത്താലേ ഇത്രയെങ്കിലും ഉണ്ടാവുള്ളൂ ചമ്മന്തി, ഇല്ലെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല. നമ്മ ആസ്വദിച്ച് കഴിക്കാൻ പോലും തികയില്ല. അതുകൊണ്ട് ഇച്ചിരി കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ടും കുഴപ്പമില്ല. തക്കാളി എടുക്കണതൊക്കെ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാ. നിങ്ങൾ കഴിച്ചൊക്കെ നോക്കുന്നുണ്ടാക്കി. അപ്പോ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ, അറിയുന്നവര് ക്ഷമിക്കുക. പിന്നെ പ്രത്യേകം പറയുവാണ്, ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്, ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ അറിയാത്തവര്, അതായത് പുതിയതായിട്ട് കുക്കിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ കുക്കിംഗ് അറിയാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ നല്ലോണമൊക്കെ കഴുകി. അപ്പൊ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, അടച്ചു വെച്ചു. ഇനി ഇതേ ദോശമാവൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഓരോരുത്തരും വിശക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ചൂടോടെ ഉണ്ടാക്കി കൊടുക്കും. ഈ ഉണ്ടാക്കി വെക്കണ പരിപാടി എനിക്കില്ല, കാരണം ചൂടോടെ ഉണ്ടാക്കി ദോശ കഴിക്കുമ്പോഴല്ലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോ ഓരോരുത്തരും എഴുന്നേറ്റ് വരട്ടെ, അപ്പൊ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാം. പിള്ളേരൊക്കെ പോണേക്ക് മുമ്പ് ഹസ്ബൻഡ് പോകും വർക്കിന്. അപ്പോ ഇതിപ്പോ ഹസ്ബൻഡിനാണ് ഉണ്ടാക്കുന്നത് ദോശ, ചൂടോടെ തന്നെ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ചമ്മന്തിയെ ചട്ടിയിൽ നിന്നും നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ സേഫ് ആയിട്ട് ഇരിക്കുകയാണ് ആള്. അപ്പോ ഒരു ഇച്ചിരി ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഓവറായിട്ട് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കണ്ട. തൊട്ട് കഴിക്കാനാണ് അതിനൊരു ടേസ്റ്റ്. അപ്പോ വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാലോ. പിന്നെ എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യണതും ഇഷ്ടമല്ല, കാരണം അത്രയും കഷ്ടപ്പെട്ടല്ലേ നമ്മൾ അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, പിള്ളേർക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. വേണമെങ്കിൽ ചോദിക്കും, അപ്പൊ വീണ്ടും ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് എന്റെ കാര്യം. അങ്ങനെ ഒരു ദോശ ചൂടോടെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുത്തു. പുള്ളിക്കാരൻ ഇത് കഴിക്കുകയാണ്. അപ്പൊ അതേ അടുത്ത ദോശക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ദോശ ചുട്ടോണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഹസ്ബൻഡ് ഫുഡൊക്കെ കഴിച്ച് പോയി. ഇത് കുഞ്ഞു ദോശ ആർക്കാന്ന് വെച്ചാൽ നമ്മുടെ യുവക്കുട്ടിക്കാണ്. യുവക്കുട്ടിക്ക് സ്കൂളിൽ നിന്നാണ് എപ്പോഴും ചോറ് കഴിക്കണത്, ഉച്ചയൂണ് അവിടെ നിന്നാണ് കിട്ടണത്. അപ്പോ ഇന്ന് ദോശയും ചട്നിയാണല്ലോ. അപ്പൊ അവള് പറഞ്ഞു അമ്മയുടെ ഫുഡ് ഇന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവക്കടെ പാത്രമൊക്കെ ഞാൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഇതിലോട്ട് ഇനി ആക്കിയാൽ മാത്രം മതി. കുഞ്ഞു ദോശ ആക്കി കൊടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഇന്ന് എന്റെ ഫുഡ് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ആഗ്രഹം. അല്ലെങ്കിൽ ഇത്ര ദിവസം അവള് ഉച്ചയ്ക്ക് ചോറ് സ്കൂളിൽ നിന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചൂടോടെ ദോശയൊക്കെ ചുട്ട്, കുഞ്ഞു ദോശയൊക്കെ ചുട്ട് കുറച്ച് കറിയൊക്കെ ആക്കിയിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി യുക്കുട്ടി കഴിക്കാനുള്ള ഉണ്ടാക്കി കൊടുക്കണം. ഇതാ യുക്കുട്ടിയുടെ ദോശയില് പൊക്കത്തായിട്ട് കുറച്ച് നെയ്യൊക്കെ തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതെ യുക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവാണ്. കുറേ നാളത്തെ ശേഷമാണ് ഇപ്പൊ ദോശയൊക്കെ ഇങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണത്. എനിക്ക് ചോറ് തന്നെയാണ്. യുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്കൂളിൽ കൊണ്ടുപോകാനാണ് കുഞ്ഞു ദോശ ഉണ്ടാക്കിയത്. ഇതിപ്പോ വലിയ ദോശയാണ് ഇപ്പൊ കഴിപ്പിക്കണത്, കാരണം ആകെ ഒരു ദോശയൊക്കെ അവള് കഴിക്കുള്ളൂ. അത് തന്നെ കഴിക്കാനായിട്ട് ടൈം എടുക്കും, നല്ല ടൈം എടുക്കും. കിള്ളി കുറെ ടൈം എടുത്തിട്ടാണ് എന്ത് ഫുഡും കഴിച്ചു തീർക്കണം അവള്. ഇങ്ങനെ ടൈമൊക്കെ എടുത്ത് കഴിക്കണത് ഇനിയിപ്പോ ആസ്വദിച്ച് കഴിക്കണേണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോവാറില്ല. പൊന്നൂസ് നല്ല ഉറക്കത്തിലാണ്. പൊന്നൂസ് എഴുന്നേറ്റ് വരുമ്പോഴേ പൊന്നൂസിന് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അപ്പോ പൊന്നൂസ് ഉറങ്ങട്ടെ. അങ്ങനെ പൊന്നൂസ് എഴുന്നേറ്റ് പൊന്നൂസിനും ചൂടോടെ ദോശ ഉണ്ടാക്കി കൊടുത്തു. അവിടെ തന്നെ കിള്ളിയൊക്കെ കഴിച്ചോളും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇവക്കുട്ടിനെ ബസ് കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് വല്ലതും കഴിക്കാൻ. എനിക്കിങ്ങനെ വെപ്രാളം പിടിച്ച് കഴിക്കണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ആസ്വദിച്ച് കഴിക്കണമെന്നാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് സമാധാനത്തോടെ സ്കൂൾ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് വന്നിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അപ്പൊ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? പിന്നെ പൊന്നൂസിനെ ഇന്ന് അങ്കണവാടിയിലോട്ട് വിടണില്ല കേട്ടാ, കാരണം ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. അപ്പോ എങ്ങാനും വിട്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ പോയി കൊണ്ടുവരേണ്ടി വരും. അതിന് നല്ലത് വിടാണ്ടിരിക്കണതല്ലേ നല്ലത്. അപ്പൊ ഞാൻ വിട്ടില്ല ഇന്ന് കൊച്ചിനെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവക്കുട്ടി റെഡിയായി. ഇന്ന് ഷൂ സോക്സ് ഒന്നും ഇടണില്ല കേട്ടാ, കാരണം ഇവക്കുട്ടിക്ക് ഷൂ സോക്സ് ഒക്കെ ഇട്ട കാലില് ഇങ്ങനെ പൊട്ടലൊക്കെ വരും. അതുകൊണ്ട് അവക്ക് ഒരു ദിവസം ഇട്ടാലും ഒരു ദിവസം ഷൂ ഇടില്ല, അങ്ങനെയാണ്. അപ്പോ ഞങ്ങൾ ഇറങ്ങാണ്. ചേച്ചിനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് വരാം. അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കൂ. പിന്നെ ഈ തക്കാളിയുടെ ചമ്മന്തി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം, കമന്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ, സീ യു, ബൈ.